പക്ഷെ BJP പൂട്ടിപ്പോയ അക്കൗണ്ട് തുറക്കുമോ കേരളത്തിൽ? അക്കൗണ്ട് തുറക്കില്ല. കേരളത്തിൽ BJP ഒരു സീറ്റും കിട്ടൂല. എന്താ അങ്ങനെ ഒരു കോൺഫിഡൻസ്? കിട്ടാതുകൊണ്ട് തന്നെ വേറെ എന്താ കാര്യം? ഏത് സീറ്റ് അവർ കിട്ടേണ്ടത്? ഒരു 5 സീറ്റാണല്ലോ വളരെ പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 സീറ്റും ജയിക്കൂല. നിയമം ഉൾപ്പെടെ നിലനിർത്തും. നിയമം ഉറപ്പായിട്ടും നിലനിർത്തും. കഴക്കൂട്ടം നിലനിർത്തും. വട്ടിയൂർക്കാവ് നിലനിർത്തും. 5-ാം തീയതി പന്തലിടാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ശുദ്ധാസംബന്ധം. നിങ്ങളാരോ പ്രചരിപ്പിച്ച പ്രചരണം അത്. ഞങ്ങളെന്തിനാ പന്തലിടാൻ പുറപ്പെടേണ്ട കാര്യം? ഏതോ ഒരു മാധ്യമമാണ്. അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല. പ്രചരണം അത്. അതിന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. പന്തലിടും എന്തായാലും. അല്ല, പന്തലിടുവോ വേണ്ടെന്ന് അത് നമ്മൾ തീരുമാനിക്കുന്നില്ല. പാർട്ടി തീരുമാനിക്കുന്നതല്ല. അതിന് ഔദ്യോഗികമായിട്ട് പന്തലില്ലായ്മയോ എന്തോ വേണമെങ്കിൽ തീരുമാനിച്ചോട്ടെ. പക്ഷേ അതെല്ലാം വളരെ എന്താ പറയേണ്ടത്, ചീപ്പാണ്. ഇതെല്ലാം ഓരോരുത്തരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചീപ്പായ പ്രചാര വേല. പക്ഷെ 1-2 മണ്ഡലങ്ങൾ ചോദിക്കട്ടെ. അതായത് അല്ല, തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമ്പലപ്പുഴയാണ്. അവിടെ എന്തായിരിക്കും? അമ്പലപ്പുഴ ഇടതുപക്ഷത്തിന് ജയിക്കും, ഒരു സംശയവും വേണ്ട. എല്ലാ വിമതം ഈ പറയുന്ന UDF മത്സരിച്ചിട്ടുണ്ടല്ലോ. CPM-ന്റെ ഭാഗമായിട്ട് നിന്ന ആളുകൾ പലരും മാറി CPM-ന്റെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഉപയോഗിച്ച UDF സ്ഥാനാർത്ഥികളെ എല്ലാ സീറ്റും തൂക്കും അവർ. തളിപ്പറമ്പും പയ്യന്നൂരും അടക്കം ഉൾപ്പെടെ എല്ലാം. എന്തെങ്കിലും ചലനം സൃഷ്ടിക്കും? ചലനം ഉണ്ടായിരിക്കില്ല. ചലനമാണ് അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവം. അവിടെ ചലനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ആ ചോദ്യം തെറ്റായതുകൊണ്ട് അത് ഞാൻ വേറെ ഉത്തരം പറഞ്ഞാൽ അതും തെറ്റാവും. അതുകൊണ്ട് ഒരു ചലനം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചലനമൊക്കെ ഉണ്ടാവും. ചലിക്കാതെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ചലനം. മാറ്റമില്ലാതെ മാറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാറൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം മാറും. എന്തായാലും ഞാനൊരു 10-17 വർഷമായി മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് MV ഗോവിന്ദൻ മാഷെ പരിചയമുണ്ട്. എന്തായാലും അപ്പോഴൊന്നും കാണാത്ത, ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത അത്രമേൽ വലിയൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് അല്ലേ? ഓക്കെ, ആ ഒരു കോൺഫിഡൻസിലാണ് മാഷുള്ളത്. സ്വാഭാവികമായും അത്ര ആത്മവിശ്വാസത്തിലാണ് CPM-ഉം LDF-ഉം ഉള്ളത്. 3ാം LDF സർക്കാർ എന്ന ആത്മവിശ്വാസം.